നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുപ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബൂത്ത് തലത്തിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്തണമെന്നാണ് മോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കേണ്ടതുണ്ട്. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നമോ ആപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണം. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാം പാർട്ടിയുടെ പ്രചരണത്തിനായി ഉപയോഗിക്കണമെന്നുകൂടി BJP പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന BJP ശക്തി കേന്ദ്ര എന്ന പരിപാടിയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മോദിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓരോ പ്രവർത്തകരും BJPയുടെ ശക്തിയാണ്. അടിസ്ഥാന വർഗത്തിന്റെ വികസനമാണ് മോദി സർക്കാരിന്റെ എല്ലാ കാലത്തെയും ലക്ഷ്യം. മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ വോട്ടർമാരോട് കൃത്യമായി തന്നെ വിശദീകരിക്കണമെന്നും പ്രവർത്തകരോട് മോദി ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥിരതയില്ലാത്ത ഒരു സർക്കാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. ആ സാഹചര്യം ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ GDP ഉൾപ്പെടെ ഇതിന്റെ തെളിവാണ് എന്നുകൂടി അദ്ദേഹം ഈ പ്രസംഗത്തിൽ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് രാജ്യം കടക്കുമ്പോൾ, നമ്മുടെ കേരളം കടക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നതിന്റെ കൃത്യമായ ഒരു രൂപരേഖ തന്നെ മോദി പങ്കുവച്ചിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, എല്ലാ പാർട്ടിക്കുള്ളിലും ചില ചരടുവരികളും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും ഒക്കെ സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ പാർട്ടിക്കാർ തന്നെ അയാളെ തോൽപ്പിക്കുന്ന കാര്യം മിക്കവാറും ഏറ്റെടുക്കാറുമുണ്ട്. ഇങ്ങനെയൊന്ന് തൃശ്ശൂരിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന ഒരു കണിശത കൂടി, അത്തരത്തിലുള്ള ഒരു ശാഠ്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഗ്രൂപ്പ് പോരും മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു സന്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കല്യാണ വിരുന്നിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ പേഴ്സണലായ വ്യക്തിപരമായ ചടങ്ങിൽ കൂടി പങ്കെടുത്തുകൊണ്ട് മോദി പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്കും പ്രധാനപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുന്നു. ഇതെല്ലാം തീർച്ചയായും ഓരോ പ്രവർത്തകർക്കും ഓരോ നേതാക്കൾക്കുമുള്ള മോദിയുടെ സന്ദേശം കൂടിയാണ്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം, എന്തൊക്കെ പറയണം ജനങ്ങളോട്, ഏതൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിക്കണം എന്നതിന്റെ കൃത്യമായ ഒരു സന്ദേശം മോദി പങ്കുവച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.